മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾക്കൊരു വലിയനെ പരിചയപ്പെടാം. ഈ വലിയന്റെ പേരില് നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകുകയാണ്. ഏതാണ് ആ മഹാൻ? എത്ര പ്രാവശ്യമാണ് ഫാത്തിഹ ഓതേണ്ടത്? എങ്ങനെയാണ് ഓതേണ്ടത്? എപ്പോഴാണ് ഓതേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ. ഫലസ്തീനിലുള്ള മുത്തു മുഅ്മിനീങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. അവരെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഫലസ്തീനിലുള്ള മുത്തു മുഅ്മിനീങ്ങൾക്ക് നീ ഭക്ഷണം നൽകണേ അല്ലാ, വെള്ളം നൽകണേ അല്ലാ, പാർപ്പിട സൗകര്യങ്ങൾ നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുഷ്പം പോലെ രക്ഷപ്പെടുത്തിയ രാജാതിരാജനായ അല്ലാ, ഫലസ്തീനിലുള്ള മുത്തു മുഅ്മിനീങ്ങളെ കാട്ടാളന്മാരുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണേ റബ്ബേ. എല്ലാ മുത്തു മുഅ്മിനീങ്ങളും ഫലസ്തീനിലുള്ള മുത്തു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അവർക്ക് രക്ഷ നൽകട്ടെ. അതുപോലെ തന്നെ നമ്മൾക്കൊക്കെ ഏറെ പരിചയമുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മളെ കേരളക്കരയിലെ ഒരു പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ്. അദ്ദേഹം രോഗശൈലിയായി ഹോസ്പിറ്റലാണെന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ, ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ റഹ്മാനെ. സംരക്ഷണം നൽകണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് വഅള് പറഞ്ഞു തരാൻ, ഈ പ്രബോധനം നടത്താനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. എന്ത് അസുഖമുണ്ടെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്കൊരു വലിയനെ, ഒരു മഹാനെ പരിചയപ്പെടാം. ഈ മഹാന്റെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏതേത് പ്രശ്നങ്ങളുണ്ടോ, ഏതേത് ബുദ്ധിമുട്ടുകളുണ്ടോ അതിനൊക്കെ പരിഹാരം നൽകുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ തെറിവിറിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നിസാരപ്പെടുത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ അള്ളാഹിന്റെ ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നവരെ കുറിച്ച് അള്ളാഹ് തന്നെ ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കളെ, മഹാന്മാരെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ ഔലിയാക്കന്മാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവരെ സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. അള്ളാഹു അവർക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഔലിയാക്കൾ ആരാന്നറിയോ? അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. മഹാനായ നബി തങ്ങൾ പറയാണ്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഔലിയാക്കള്, അള്ളാഹുവിന്റെ മഹാന്മാർ, പണ്ഡിതന്മാർ. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വലിയന്റെ പേര് എല്ലാവർക്കും അറിയുന്ന വലിയാണ്.
ഒരുപാട് ആളുകൾ ആ സ്ഥലത്തേക്ക് സിയാറത്തിന് പോകുന്നുണ്ട്. ഈ മഹാന്റെ പേരിൽ സിയാറത്ത് ചെയ്താലും ഈ മഹാന്റെ പേരിൽ ഫാത്തിഹ ഓതിയാലും ഒട്ടനവധി പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ അസുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സിഹ്ർ ബാത്തിലായിട്ടുണ്ട്, കണ്ണീർ ബാത്തിലായിട്ടുണ്ട്. ഏതാണ് ആ മഹാനെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഏർവാടിയിൽ മറവട്ട് കിടക്കുന്ന അതേ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളാണ്. ഇബ്രാഹിം ബാദ്ഷാ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതണം. പ്രിയമുള്ളവരെ, എത്ര പ്രാവശ്യമാണോ ഓതേണ്ടത്? കണക്കില്ലാതെ ഓതാവുന്നതാണ്. ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, 70 പ്രാവശ്യം ഇബ്രാഹിം ബാദ്ഷാ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു നൽകുകയാണ്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആ ഫാത്തിഹ പരിഹാരമാകും. എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ആ ഫാത്തിഹ പരിഹാരമാണ്. എല്ലാ ടെൻഷനുകൾക്കും ആ 70 ഫാത്തിഹ പരിഹാരമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുക. 70 അല്ല, ഇനി 300 ഓതിയാലും കുഴപ്പമില്ല. അള്ളാന്റെ വലിയിൽപ്പെട്ട മഹാനാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവാണ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങള്. മാനസികമായ രോഗങ്ങളുള്ള ആളുകൾക്ക് പരിഹാരമാണ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങള്. എത്രയോ മാനസിക രോഗികളുടെ അസുഖങ്ങൾ ശിഫയായിട്ടുണ്ട്. മഹാനവറുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഏർവാടിയിൽ പോയിട്ട് എത്ര മാനസിക രോഗികളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു മാനസിക രോഗികളുടെ എല്ലാ അസുഖങ്ങളും ശിഫയാക്കട്ടെ. അതുപോലെ തന്നെ നാം അനുഭവിക്കുന്ന വലിയ ഒരു മുസീബത്താണ് സിഹ്ർ എന്ന് പറയുന്നത്. സിഹ്ർ ആരും ചെയ്യാം. ചിലപ്പോൾ കുടുംബക്കാരാവാം, ചിലപ്പോൾ അയൽവാസികളാവാം, കൂട്ടുകാരാവാം, നമ്മളെ ശത്രുക്കൾ ആരും ആവാം. അപ്പൊ സിഹ്ർ ഫലിക്കും ചെയ്യും. അതും ഹദീസിൽ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സിഹ്ർ ബാത്തിലാവാൻ എത്ര ആളുകളാണ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുന്നത്, ഏർവാടിയിലേക്ക് സിയാറത്ത് പോകുന്നത്. തിരിച്ചു വരുമ്പോ സിഹ്റൊക്കെ ബാത്തിലായിട്ടുണ്ടാവും. അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുത്തിട്ടുണ്ടാകും. കാരണം അത്രയും ഫലം ലഭിക്കുന്ന ഒരു മക്ബറയാണ് ഏർവാടി ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ മക്ബറ എന്ന് പറയുന്നത്. മഹാനവറുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ റഹ്മാനെ, ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കണ്ണേർ എന്ന് പറയുന്നത്. കണ്ണേർ സിഹ്റിനേക്കാൾ ഗൗരവമാണ്. കണ്ണേർ ആരിൽ നിന്ന് തട്ടാം? നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ണേർ തട്ടാം. നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ണേർ തട്ടാം. അതുകൊണ്ടാണ് എന്തൊരു കാര്യം നമ്മൾക്ക് ലഭിച്ചാലും മാഷാ അല്ലാ എന്ന് പറയാ. നല്ലൊരു കുട്ടി ഉണ്ടായാൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഇങ്ങനത്തെ നല്ല ദിക്റുകൾ നമ്മൾ പറയണം. നല്ലൊരു വീടുണ്ടാക്കിയാൽ മാഷാ അല്ലാ അതിന്റെ മുമ്പിൽ എഴുതി വെക്കുക, വലിയ ബർക്കത്തുണ്ടാവും, കണ്ണേറ് തട്ടുകയില്ല. അപ്പൊ കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ പരിഹാരമാണ്. അത് അള്ളാഹു അവർക്ക് കൊടുത്ത സ്ഥാനാണ്. അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ സ്ഥാനം ഇല്ലാതെയാക്കാൻ ആര് ശ്രമിച്ചാലും അത് ഇല്ലാതെയാകൂല. അത് അള്ളാഹു കൊടുത്ത സ്ഥാനാണ്. എത്ര ആളുകൾ ഏർവാടി മക്ബറയെ എതിർക്കുന്നുണ്ട്, എത്ര ആളുകൾ ഏർവാടിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളെ നിസാരപ്പെടുത്തുന്നുണ്ട്. ദിവസേന അങ്ങോട്ട് പോകുന്ന ആളുകൾ കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. കാരണം അത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്, അള്ളാഹു അവർക്ക് അതിൻ്റെതായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനവറുടെ സ്നേഹം ലഭിക്കുകയാണ്. ഔലിയാക്കളുടെ സ്നേഹം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ അവരെ നമ്മൾ രക്ഷപ്പെടുത്തും. നമ്മളെ കയ്യിൽ എന്താണുള്ളത്? നമ്മൾ എന്ത് അമലാണ് ചെയ്യുന്നത്? ശരിക്കും സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ ഫർള് നിസ്കരിക്കുന്നുണ്ട്? നമ്മളെ ഫർളിന്റെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? നമ്മളെ ഖുർആനോത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മളെ ദിക്റിന്റെ അവസ്ഥ എന്താണ്? ഒരു ദിവസം എത്രയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? എണ്ണി തീർക്കാൻ മാത്രമല്ല ഇബാദത്തെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഔലിയാക്കൾ മഹാന്മാർ അങ്ങനെയല്ല. അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചവരാണ്. അല്ലാ 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 എന്നല്ലാതെ മറ്റൊരു ചിന്തയും അള്ളാഹിന്റെ ഔലിയാക്കൾക്കില്ല. അപ്പൊ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആ മഹാനവരുടെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുകയാണ്. ആ തിരുനോട്ടം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തെറ്റിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയാണ്. ആഖിറത്തിൽ നമ്മൾക്ക് രക്ഷകനായി വരികയാണ്. അതുപോലെ തന്നെ ഏർവാടി സിയാറത്ത് ചെയ്തിട്ട് എത്ര ആളുകളെ രോഗമാണ് ശിഫയായിട്ടുള്ളത്. ഒരുപാട് ആളുകളെ രോഗം ശിഫയായിട്ടുണ്ട്. ഇത് വെറുതെ പറയല്ല, അനുഭവസ്ഥർ ധാരാളം ആളുകളുണ്ട്. അതുപോലെ തന്നെ ജിന്ന് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ല, ഭാര്യക്ക് ഭർത്താവിന് ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടാവൂല, അങ്ങനെ തിരിച്ചും ഭർത്താവിന് ഭാര്യയോടും ഉണ്ടാവൂല. അതാണ് ജിന്ന് ബാധ ഏറ്റല്ല പ്രശ്നം.
പിന്നെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, കുടുംബ കലഹം ഉണ്ടാകും, വീട്ടിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. ജിന്ന് ബാധ ഏറ്റുകഴിഞ്ഞു. ജിന്ന് ബാധ ഏൽക്കും, അതിന് സംശയമൊന്നുമില്ല. അതൊക്കെ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ജിന്ന് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏർവാടി ബക്കാമ് നല്ലതാണ്. ഏർവാടി ശുഹദാക്കളെ പേരിൽ ഫാത്തിഹ ഓതാം. പ്രത്യേകിച്ച് ഇബ്രാഹിം ബാദ്ശാ തങ്ങളുടെ പേരിൽ ഫാത്തിഹ നിരന്തരമായി ഓതുക. കഴിയുന്ന ആളുകളൊക്കെ അവിടെ പോയി ഒന്ന് സിയാറത്ത് ചെയ്യുക, വലിയ ബർക്കത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ശൈത്താന്റെ ഷർറ്, ശൈത്താനൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇളകി ഓടുന്നുള്ള അതാണ് ഇബ്രാഹിം ബാദ്ശാ തങ്ങളെ കഴിവ്. ശൈത്താൻ നമ്മളെ ശരീരത്തിൽ കയറുമെന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. നമ്മളെ ശരീരത്തിന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തം പോലെ നമ്മളെ ശരീരത്തിലൂടെ പ്രവേശിക്കാൻ ഇബ്ലീസിന് കഴിയുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇബ്ലീസിനോട് നമ്മൾ യുദ്ധം ചെയ്യണം. ഇബ്ലീസ് നമ്മളെ ശരീരത്തിൽ കയറി തെറ്റിലേക്ക് പ്രേരിപ്പിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. ആ സമയത്ത് നമ്മൾ ഇബ്ലീസിനോട് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്, പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ. അപ്പൊ ഇബ്ലീസ് ശൈത്താന്മാര് നമ്മളെ ശരീരത്തിൽ കയറിയാൽ ഇബ്രാഹിം ബാദ്ശാ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതിയാൽ മതി. അതല്ലെങ്കിൽ ഏർവാടിയിലേക്കൊന്ന് സിയാറത്ത് പോയാൽ മതി. വീട്ടിൽ പിശാച് ബാധ ഉണ്ട്, ശൈത്താനിയത്തിന്റെ ഷർറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും തടസ്സാണ്. അങ്ങനെ പല ആളുകളും പറയാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും തടസ്സാണ്. ജോലി, അവിടെ തടസ്സമുണ്ട്. വീട് നിർമ്മാണം, അവിടെയും തടസ്സാണ്. അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ വിചാരിച്ചു, അവിടെയും തടസ്സാണ്. വിവാഹം തടസ്സാണ് ഉസ്താദെ. അങ്ങനെ ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഏർവാടി മക്കാം അതിന് പരിഹാരമാണ്. ഏർവാടി ശുഹദാക്കൾ, പ്രത്യേകിച്ച് ഇബ്രാഹിം ബാദ്ശാ തങ്ങൾ, പ്രിയമുള്ളവരെ, അവിടെ പോയി ഫാത്തിഹ ഓതുക. അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് വാങ്ങിത്തരും. നമ്മളെ നാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ നാവല്ല. നമ്മൾ എപ്പോഴും ഗീബത്തും നമീമത്തും കളവും തെന്മ മാത്രം ചെയ്യുന്ന ആളുകളാണ്. ഈ ദിവസം ഈ ക്ലാസ് കേൾക്കുന്ന ഇന്നത്തെ ദിവസം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ യോഗ്യത ഉള്ള ആളുകൾ ആരാളുള്ളത്? ഞാനടക്കം ആരാളുള്ളത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മഹാന്മാർ അങ്ങനെയല്ല. അവര് തെറ്റിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നലില്ലാഹി ഇബാദം ഫുതനാ. അള്ളാഹുവിന് ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആളുകളെ പ്രത്യേകത എന്താണ്? അവര് നല്ല ബുദ്ധി കൂർമ്മതയുള്ള ആളുകളാണ്. നമ്മളെ പോലെയല്ല, അവര് നല്ല ബുദ്ധി കൂർമ്മതയുള്ള ആളുകളാണ്. അവര് ദുനിയാവിനെ ത്വലാഖ് ചൊല്ലി, അവര് ദുനിയാവിനെ ഒഴിവാക്കി, അവര് ദുനിയാവിന് വേണ്ടി ജീവിക്കാത്തവരാണ്. എന്താ കാരണം? ദുനിയാവിലെ ഫിത്ന പേടിച്ചുകൊണ്ട് ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഈ ദുനിയാവിന്റെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റാണ്. പിന്നെ കുറ്റങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ, അനാവശ്യമായ കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ, അനാവശ്യമായ ചിന്തകളെ നമ്മൾക്ക് വരുള്ളൂ. അതുകൊണ്ട് മഹാന്മാര് ദുനിയാവിനെ ഉപേക്ഷിച്ചു, ദുനിയാവിനെ ഒഴിവാക്കി. കാരണം എന്താണെന്നറിയോ? അവർ ഈ ദുനിയാവിനെ കുറിച്ച് പഠിച്ചു. ദുനിയാവിനെ കുറിച്ച് പഠിച്ചപ്പോ ഔലിയാക്കൾക്ക് മനസ്സിലായി, അന്നഹ ലൈസത്ത് ലിഹയ്യിൻ വാത്വന, ഇത് എന്നെന്നും ജീവിക്കുന്ന ലോകമല്ല. സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തിന്റെ നേതാവാണ്. ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി. ആദൻ നബി ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി. ഞാനാണ് വലിയ റബ്ബെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വെല്ലുവിളിച്ച ഫിർഔൻ ചത്തുപോയില്ലേ നൈൽ നദിയിൽ? അങ്ങനെ ഈ കാണുന്നതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാണുന്നത് ഇന്ന് കാണുന്നില്ല, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസ് കേട്ട, നമ്മളെ ക്ലാസ് കേട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിച്ചു പോകുന്ന ആളുകളാണ്. പിന്നെ എന്തിനാണ് ഈ ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് മഹാന്മാര് ദുനിയാവിനെ ഉപേക്ഷിച്ചു. എന്നെന്നും ജീവിക്കുന്ന, എന്നെന്നും അള്ളാഹുവിന്റെ നിഅമത്തും അനുഗ്രഹങ്ങളും ലഭിക്കുന്ന ആ പാരത്രിക ലോകത്തിന് വേണ്ടി അവർ ജീവിച്ചു. സ്വർഗം കരസ്ഥമാക്കാൻ, അള്ളാഹുവിനെ കാണാൻ, ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി അവർ ജീവിച്ചു. അപ്പൊ ദുനിയാവിനൊക്കെ അവർ ഒഴിവാക്കിയിട്ട് ഇബാദത്തിലായി മുഴുകി. അതാണ് അള്ളാന്റെ ഔലിയാക്കള്. അതിൽപ്പെട്ട വലിയ ഒരു മഹാനാണ് ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദ്ശാ തങ്ങള്. അവിടെയുള്ള ശുഹദാക്കൾ മുഴുവനും അള്ളാഹുവെ അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് ക്ലാസ് കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഖൽബിന് സന്തോഷം നൽകണേ അല്ലാ. ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കി തരണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി തരണേ റഹ്മാനെ. ജിന്ന് ബാധയെ തൊട്ട് കാക്കണേ അല്ലാ. ഇബ്രാഹിം ബാദ്ശാ തങ്ങളെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഔലിയാക്കളെ, മഹാന്മാരെ, അമ്പിയാക്കളെ, ഉലമാക്കളെ, ഉസ്താദുമാരെ സ്നേഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ഫലസ്തീനികളെ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അവർക്ക് കാവൽ നൽകണേ അല്ലാ, അവരെ സഹായിക്കണേ അല്ലാ. എത്ര എത്ര ചെറിയ കുട്ടികളാണ് യതീമീങ്ങൾ
യത്തീമികളായി പോയത് ഒന്നല്ല രണ്ടല്ല, ആയിരക്കണക്കിന് ചെറിയ കുട്ടികൾ യത്തീമക്കളായി പോയില്ലേ? അവരെ നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ. കാക്കണേ അല്ലാ, അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ, അവർക്ക് നിന്റെ കഠിനമായ അദാബ് കൊടുക്കണേ റഹ്മാനെ. ബൈത്തുൽ മുഖദ്ദസിനെ കാക്കണേ അല്ലാ, ഫലസ്തീനിന്റെ മണ്ണിനെ കാക്കണേ അല്ലാ, അവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദായ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ രോഗം ശിഫയാക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാലം പ്രബോധനം നടത്താനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനെ. ഇത്രയും കാലം ഞങ്ങൾക്ക് വഅദ് പറഞ്ഞു തന്ന ആ അറിവിന്റെ ബറക്കത്ത് കൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാ, ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാ. അവിടുത്തെ ശബ്ദം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അവിടുന്ന് പഠിച്ച ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് കാലം കുടുംബമൊത്ത് മക്കളൊത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വഅദ് പറയാനുള്ള ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അല്ലാ, ആ സുന്ദരമായ ശബ്ദം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാര്, ആലിമീങ്ങൾ, പണ്ഡിതന്മാരെ മുഴുവനും നീ കാക്കണേ അല്ലാ, അവർക്കൊക്കെ നീ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാത്തിഷാ തങ്ങളെ പേരിൽ നമ്മൾക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.